ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള മിൽക്ക് പൗഡർ വെച്ചിട്ടുള്ള ഗുലാബ് ജാമുനാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ജാമുന്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് മിൽക്ക് പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അമൂൽ ബ്രാൻഡിൻ്റെ മിൽക്ക് പൗഡറാണ്. ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിതിലോട്ട് കുഴക്കാൻ ചേർത്ത് കൊടുക്കുന്ന പാലിൽ വ്യത്യാസം വരും, അല്ലാത്ത കുഴപ്പമില്ല. ഇനി വേണ്ടത് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാ കേസരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ചെറിയ ഇതുള്ള റവയാണ്, ചെറിയ തരിയുള്ള റവയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. എന്നിട്ട് നമുക്കിതിലോട്ട് പാൽ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചൂടുള്ള പാൽ, 1/2 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. ഒരുപാട് ചൂടൊന്നും വേണ്ട, ചെറിയ ചൂട് മതി. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് നെയ്യും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാനുണ്ട്. 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പാലൊക്കെ ഒരുപാട് പാലൊന്നും ചേർത്ത് കൊടുക്കരുത്, 1/2 കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഈ ഒരളവിൽ. എന്നിട്ട് പോരാ എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബ്രാൻഡിന് 1/2 കപ്പ് പാല് പാകത്തിനാണ്. എന്നിട്ട് നന്നായിട്ടിത് കുഴച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊക്കെ ഒന്ന് വടച്ച് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കയ്യിലൊക്കെ നന്നായിട്ട് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതൊരു പൊടിക്ക് ലൂസാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് 1 ടീസ്പൂണൊക്കെ ഇതുപോലെ കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ നല്ല പാകത്തിന് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് തന്നെ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നമുക്കിതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തിളക്കാൻ വെക്കാം, ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. ഒരുപാട് നേരമൊന്നും മാറ്റി വെക്കേണ്ട, 10 മിനിറ്റ് വെക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് 3 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 3 കപ്പ് പഞ്ചസാരയും 3.5 കപ്പ് വെള്ളവും എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെയിം 3 കപ്പ് പഞ്ചസാരയും 3 കപ്പ് വെള്ളവും എന്ന രീതിയിലും ചേർത്ത് കൊടുക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇച്ചിരി വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ലോണം ഷുഗർ സിറപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ 2.5 കപ്പ് പഞ്ചസാരയും 3 കപ്പ് വെള്ളവും എന്ന രീതിയിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു നൂൽ പരുവം അങ്ങനെ ആക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊന്നും ആക്കണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് 1-2 മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് വെച്ചാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തിളക്കുന്ന സമയം കൊണ്ട് ഈ ഒരു നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒന്ന് ബോൾസാക്കി എടുക്കാം. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ പൊട്ടാത്ത രീതിയിൽ നന്നായിട്ട് കയ്യിലൊരിച്ചിരി നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ബോൾസാക്കി മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ ജാമൂൻ വേണം അതിനനുസരിച്ചുള്ള ബോൾസാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പൊട്ടാത്ത രീതിയിൽ ഒരു മീഡിയം സൈസിലുള്ള ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ മൊത്തം ചെയ്ത് വെക്കാം. അപ്പോൾ മൊത്തം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ബോൾസാക്കി ഇതുപോലെ കുറേ നേരം വെക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാം. ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ഒരു മൂടിയോ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. തുറന്ന് കുറേ നേരം വെക്കരുത്. ഇനി നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഇത് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും സാഫ്രോൺ ഒരിച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തിളക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ചിട്ട് 1-2 മിനിറ്റ് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വെക്കാം കേട്ടോ. 1-2 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്കിത് ഒന്നും കൂടെ കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വിറകടുപ്പിലോട്ട് മാറ്റിയിട്ട് എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം.
എണ്ണ ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബോൾസ് കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചല്ല, ഒരു 2-3 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കൊടുത്തിട്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള ഒരു കാര്യം, നല്ലോണം ഡാർക്ക് കളറാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ പോലും ഡാർക്ക് കളറാകുന്നവരെ, ഒരുപാട് ഡാർക്ക് കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് ഹാർഡായി പോകും. റെഡി കിട്ടുന്ന പാക്കറ്റിൽ നമ്മൾ ചെയ്തെടുക്കുന്ന ജാമുന് കുറച്ച് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ജാമുനാണ്. ഷുഗർ സിറപ്പിലിടുമ്പോൾ തന്നെ ചിലപ്പോൾ പൊടിഞ്ഞു പോവാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം അത് ഒരു ഡാർക്ക് കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഈ ഒരു ഗുലാബ് ജാമുന് കുറച്ച് നേരം കൂടുതൽ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഒരു ഇച്ചിരി സോഫ്റ്റ്നെസ് കുറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഓവറായിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ തന്നെ മാറ്റാം. എനിക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് തന്നെ വെക്കാം. ഇതിപ്പോൾ ഓൾറെഡി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരളവിൽ 35-40 ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരളവിൽ ഇനി നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിന് നല്ല ചൂടുണ്ടായിരിക്കണം. നമ്മൾ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുണ്ടാക്കിയ ഒരു ബോൾസിന് അത്ര ചൂടുണ്ടാവണമെന്നില്ല. ചൂടില്ലേലും കുഴപ്പമില്ല, ചൂടുണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഷുഗർ സിറപ്പ് നല്ല ചൂടുണ്ടായിരിക്കണം. നല്ല ചൂടോടെയുള്ള ഷുഗർ സിറപ്പിലോട്ടാണ് നമ്മൾ ഈ ഒരു ബോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഷുഗർ സിറപ്പിന് ചൂടില്ലെങ്കിൽ നമ്മൾ നേരത്തെ ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുത്ത ശേഷം നല്ല ചൂടോടെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നല്ല ചൂടോടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു രാത്രി ഫുള്ള് വെക്കുന്നത് കൊണ്ട് നല്ലത് തന്നെയാണ്. ഫ്രിഡ്ജിലൊന്നും അല്ല, പുറത്ത് തന്നെ. പക്ഷേ ഒരു രാത്രി ഫുള്ള് വെക്കുന്നില്ലെങ്കിൽ പോലും 2-3 മണിക്കൂർ എന്തായാലും ഈ ഒരു സിറപ്പിൽ ഇത് മാറ്റി വെക്കാം. മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് സിറപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു 4 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ 5-6 മണിക്കൂറൊക്കെ മാറ്റി വെക്കുക. ഇതിപ്പോൾ 4 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസൊക്കെ കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഗുലാബ് ജാമുൻ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ മിൽക്ക് പൗഡർ വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം ഡാർക്ക് കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാതിരുന്നാൽ മതി. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ജാമുൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മിൽക്ക് പൗഡറിൽ വെച്ച് ചെയ്യുന്ന ജാമുന്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.